ഇന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കൊരു തട്ടിക്കുട്ടി വെജ് ബിരിയാണി ഉണ്ടാക്കിയാലോ. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടേ പട്ടിയും ഏലക്കായും ഗ്രാമ്പും ഒക്കെ കൂടെ ഇട്ടിട്ട് കുറച്ച് കുനുകുനാന്നരിഞ്ഞ വലിയുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വയറ്റി കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരച്ച് വെച്ച് പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ചധികം തന്നെ നമ്മുടെ മറ്റേ ബിരിയാണി മസാല അതുകൂടി ഇട്ട് നന്നായിട്ട് വയറ്റിയ ശേഷം വീണ്ടും കുനുകുനാന്നരിഞ്ഞ കുറച്ച് തക്കാളിയും ആവശ്യത്തിനുള്ള എല്ലാ വെജിറ്റബിൾസും ഇടാം കേട്ടോ. അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. വിസിൽ വെക്കരുതേ, വെറുതെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. വെളിയിൽ ഇത് തകർപ്പ മഴയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി മഴയാണ് നമ്മുടെ പാലക്കാട്. അപ്പോൾ അതേ 10 മിനിറ്റ് അതിന് കുക്കറൊന്ന് തുറന്നു കഴിഞ്ഞാൽ അതേ നന്നായിട്ട് ആവിയിൽ അങ്ങോട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഒരു ഹാഫ് വേവ് മതി. അതിലോട്ട് നമ്മുടെ ജീരകശാല അരി കഴുകി വെച്ചിരിക്കുന്ന എടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് വയറ്റിയ ശേഷം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് തൈരൂടെ ഒഴിക്കണമായിരുന്നു, തൈര് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നാരങ്ങ നീര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഒരു ഹാഫ് ലെമൺ എന്തായാലും പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണേ. പിന്നെ അതേ കുറച്ച് 1 സ്പൂൺ കൂടെ നെയ്യ് ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വിസിലില്ലാതെ കുക്കർ നന്നായിട്ട് അടച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ. കുക്കറിൽ വിസിൽ വെക്കേണ്ട എന്നേ ഉള്ളൂ, പക്ഷേ കുക്കർ അടച്ച് വെക്കണം. അതേ 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു അരമണിക്കൂർ നമ്മൾ ആ വിസിലൊക്കെ എയറൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കിയല്ലേ സെറ്റാണ്. വേറെ ഒന്നും ഇതിൽ ചെയ്യേണ്ട. അടിപൊളിയായിട്ടുള്ള നല്ല വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒരു ടേസ്റ്റിന് ഒരു പാനിലോട്ട് നമുക്ക് നമ്മുടെ കിസ്മിസോ അണ്ടിപ്പരിപ്പോ പിന്നെ അതുപോലെ കുറച്ച് വലിയുള്ളി കുനുകുനാന്ന് അരിഞ്ഞതൊക്കെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയിലിടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ കേട്ടോ. കുട്ടികൾക്ക് നമുക്ക് രാവിലെ സ്കൂളിലോട്ട് കൊടുത്തു വിടാനും നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ മടി പിടിച്ച ദിവസങ്ങളിൽ ചെറിയതായിട്ടുള്ള ഒരു ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നല്ല സാലഡും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ അതിനുള്ള ബൈ.